എന്താണ് വിൻ വിൻ? നിങ്ങളുടെ ടീമിൽ കൂടെ ഉള്ള ആൾ ജയിച്ചാലേ നിങ്ങൾ ജയിക്കൂ. വിൻ ലൂസ് എന്നൊരു സംഭവമില്ല. നിങ്ങളും ഞാനൊരു ടീമാണെന്ന് കരുതിക്കോളൂ. ഞാൻ ജയിക്കണം, നിങ്ങൾ തോക്കണം എന്നൊരു ചിന്ത ഒരിക്കലും നീണ്ടുപോകില്ല. നമ്മളെപ്പോഴും പറയുന്ന ഫുട്ബോളും ജീവിതവും ഒരുപോലെയാണ്. ഫുട്ബോളിലുള്ളതെല്ലാം ജീവിതത്തിലുണ്ട്. ഗോളുണ്ട്, തടസ്സങ്ങളുണ്ട്, തിരികെ ശ്രമമുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ ഫുട്ബോളും ജീവിതത്തിൽ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ഫുട്ബോളിൽ ആരോട് നമ്മൾ എതിർ കളിക്കുന്നുവോ അവർ തോറ്റാലേ നമ്മൾ ജയിക്കൂ. ജീവിതത്തിൽ അങ്ങനെയല്ല. നമ്മൾ ആരോട് ഇടപഴകുന്നുവോ അവർ ജയിച്ചാലേ നമ്മൾ ജയിക്കൂ. ഒരു ഭാര്യ ഭർത്ത ബന്ധം എടുത്തോളൂ. ഭാര്യ ജയിക്കണം, ഭർത്താവ് ജയിക്കണം, എങ്കിൽ ഈ ബന്ധം നീണ്ടകാലം പോകും. ഭർത്താവ് മാത്രം ജയിക്കണം, ഭാര്യ തോറ്റുകൊണ്ടിരിക്കണം, അധികകാലം പോവില്ല ഈ ബന്ധം. ഇത് ബിസിനസ് സ്ഥാപനത്തിലും ബാധകമാണ്. ജീവനക്കാരനും ജയിക്കണം, സ്ഥാപനവും ജയിക്കണം. അപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥൻ എന്ത് ചെയ്യിക്കും? എൻ്റെ ജീവനക്കാരെ എങ്ങനെ വിജയിപ്പിക്കാൻ കഴിയും? അവരെന്ത് ചിന്തിക്കണം? എൻ്റെ സ്ഥാപനത്തിനെ എങ്ങനെ വിജയിപ്പിക്കാൻ കഴിയണം? രണ്ടുപേരും പരസ്പരം വിജയിപ്പിക്കുമ്പോൾ മാത്രമേ ഒരു സ്ഥാപനം വളർച്ചയിലേക്ക് പോകൂ. അപ്പം നമ്മളൊരു ടീമിൽ നിൽക്കുമ്പോൾ എപ്പോഴും ഉറപ്പുവരുത്തേണ്ട കാര്യം, നമ്മുടെ വിജയം ഉറപ്പുവരുത്തുന്ന കൂട്ടത്തിൽ ആ ടീമിലുള്ളവരുടെ വിജയം കൂടി ഉറപ്പുവരുത്തണം എന്നതൊരു അനിവാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങളുടെ സ്ഥാപനം വളരേണ്ടത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല. നിങ്ങളുടെ സ്ഥാപനം വളർന്നാൽ മാത്രമേ നിങ്ങളുടെ കൂടെ ഉള്ളവർക്ക് വളർത്താൻ കഴിയുള്ളൂ. അവരുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നടപ്പാക്കി കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ സ്ഥാപനം വളരണം. അതുകൊണ്ട് എന്തു ചിന്തിക്കുമ്പോഴും ആരോട് ഇടപഴകുമ്പോഴും, അത് വ്യക്തി ജീവിതമായിക്കോട്ടെ ബിസിനസ് ആയിക്കോട്ടെ, വിൻ വിൻ എന്ന ചിന്ത കൊണ്ടുവരിക. ഒരു കസ്റ്റമറുമായി ഇടപഴകുമ്പോൾ കസ്റ്റമറെ എങ്ങനെ വിജയിപ്പിക്കാം, നമുക്കെങ്ങനെ വിജയിക്കാം. ഒരു സപ്ലയറുമായിട്ടൊരു ഇടപാട് നടത്തുമ്പോൾ സപ്ലയർ എങ്ങനെ വിജയിക്കാം, നമുക്കെങ്ങനെ വിജയിക്കാം. ഒരു ജീവനക്കാരനുമായുള്ളപ്പോൾ വേറൊരു ഓൺട്രപ്രണറുമായി നമ്മളൊരു ടൈപ്പ് ആകുമ്പോൾ എവിടെയെല്ലാം ഞാനുമായി ഇടപഴകുന്ന ആളും ടീമിലുള്ളവരും വിജയിക്കേണ്ടത് എങ്ങനെയാണ് എന്ന ചിന്തയുള്ളവർക്ക് മാത്രമേ സക്സസ്ഫുള്ളായ ഒരു ടീം ലീഡറാവാൻ കഴിയുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞിത്രേ ഉള്ളൂ, ഇത്തരം ഒരു ടീം ലീഡർക്ക് മാത്രമേ ഒരു മികച്ച ബിസിനസ്സുകാരനാവാൻ കഴിയുള്ളൂ.